ജോസഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴേ താൻ യാക്കോബിൻ്റെ മകനാണ്. താൻ സ്വപ്നം സഹോദരന്മാരോടും പിതാവിനോടും ഷെയർ ചെയ്യുന്നു. സ്വപ്നത്തെ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു, കച്ചവടക്കാർക്ക് വിൽക്കുന്നു. അതിനുശേഷം പൊത്തിഫറിന്റെ ഭവനം അവിടെ താൻ വിശ്വസ്തനായി അവിടെ നിൽക്കുന്നു. ആ സ്ത്രീയിലൂടെ പ്രലോഭനങ്ങൾ വരുമ്പോൾ താൻ തൻ്റെ നിലയെങ്കി എറിഞ്ഞ് താൻ ഓടുന്നു. താൻ തൻ്റെ വിശ്വസ്തതയെ അവിടെ പ്രൂവ് ചെയ്യുകയാണ്. ദൈവം അനുവദിക്കാഞ്ഞ കാര്യമല്ല അതൊരു ടെസ്റ്റൂടാണെന്ന് വേണമെങ്കിൽ പറയാം. താൻ കാരാഗ്രഹത്തിലായിരിക്കുന്നു. കാരാഗ്രഹത്തിലും കാരാഗ്രഹ പ്രമാണി ജോസഫിനെ എല്ലാത്തിനും മീതയാക്കുന്നു. അതിനുശേഷമാണ് അപ്പക്കാരൻ്റെ പ്രമാണിയും പാനപാത്ര വാഹനം അവിടെ വരുന്നത്. ഇതിനുശേഷം വീണ്ടും ഫറവോൻ സ്വപ്നം കാണുന്നു. ഫറവോന്റെ സ്വപ്നത്തെ വിവരിക്കാൻ മന്ത്രവാദികൾക്കോ മറ്റുള്ളവർക്കോ ഒന്നും കഴിഞ്ഞില്ല. ജോസഫ് ആ സ്വപ്നം വെളിപ്പെടുത്തുന്നു. അവിടെ ജോസഫിനെ ഗവർണറാക്കുന്നു. അതിനുശേഷം സഹോദരന്മാരും പിതാവും ഒക്കെ വരുന്നു. അത് സഹോദരന്മാരുടെ മുമ്പിൽ ജോസഫ് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഐ ആം ജോസഫ്, ഞാൻ ജോസഫ് ആവുന്നു. അതിനകത്ത് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. നിങ്ങൾ എന്നെ വിറ്റുകളഞ്ഞ്, നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കിയത്, നിങ്ങൾ മനുഷ്യത്വം മറന്ന്, സഹോദര ബന്ധം മറന്ന്, രക്തബന്ധം മറന്ന് നിങ്ങൾ എന്നോട് ചെയ്തു. പക്ഷേ ദൈവം എന്നെ ഉയർത്തി, ദൈവം എന്നെ മാനിച്ചു. നിങ്ങൾ എൻ്റെ സ്വപ്നത്തിനെതിരെ നിന്നു. നിങ്ങൾക്ക് എന്നോടും വിരോധമുണ്ടായിരുന്നു, സ്വപ്നത്തോടും വിരോധമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഈ സ്വപ്നം തന്ന ഒരു മനുഷ്യനല്ലായിരുന്നു, അത് ദൈവമായിരുന്നതുകൊണ്ട് ദൈവം അത് നിവർത്തിച്ചു. ഈ ദൈവനാമ നിമിത്തം, കർത്താവിൻ്റെ രാജ്യ നിമിത്തം നിങ്ങൾ നിന്ദകളോ വേദനകളോ പ്രയാസങ്ങളോ നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ ഒരു സാക്ഷ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണ്. നിങ്ങളെ നിന്ദിച്ചവര്, നിങ്ങളെ തള്ളിപ്പറഞ്ഞവര്, നിങ്ങളെ ഇവിടൊക്കെ നിന്നിയവര്, നിങ്ങളൊരു പരാജയമാണെന്ന് പറഞ്ഞുള്ള മുമ്പിൽ അതേ ഞാൻ ജോസഫാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് എനിക്ക് പറയാൻ പ്രാഗൽഭ്യമുണ്ട്, അതേ ഞാൻ ആ ഷാജിയാണ്, നിങ്ങൾക്ക് പറയാൻ ഒരു പ്രാഗൽഭ്യം, അതിലേക്കുള്ള മാറ്റം ദൈവം വരുത്തിയത്. അപ്പൊ നമ്മുടെ ജീവിതത്തില് വിശ്വാസ ഗോളങ്ങളിൽ ഇറങ്ങിയവര്, എല്ലാം ത്യജിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങിയവര്, നാം ഒരു മണ്ടത്തരം പാരമ്പര്യങ്ങളെ വിട്ടുപോയി, അല്ലെ നാം ആയിരുന്ന വിശ്വാസം വ്യതിചലിച്ചു എന്നൊക്കെ ലോകം പറയുമ്പോൾ അവരെ പ്രൂവ് ചെയ്യാനായി നമുക്കൊരു സാക്ഷ്യം ഉണ്ടായിരിക്കണം.